കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് കൈത്താങ്ങായവരെ ആദരിക്കാൻ മീഡിയ വൺ ഏർപ്പെടുത്തിയ ബ്രേവ് ഹാർട്ട് പുരസ്കാരം SKSSFന് കൈമാറി. ദുബായിലെ മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു അവാർഡ് ദാനം. കോവിഡ് കാലത്ത് UAE-യിലുടനീളം വിപുലമായ പ്രവർത്തനങ്ങളാണ് SKSSFന്റെ കീഴിൽ നടന്നത്. സന്നദ്ധ സേവനത്തിന്റെ പുതിയ അധ്യായം തന്നെ രചിക്കാൻ SKSS പ്രവർത്തകർക്ക് കഴിഞ്ഞു. ഭക്ഷണ വിതരണം, മരുന്നു വിതരണം, കൌൺസിലിംഗ് എന്നിവയ്ക്ക് പുറമെ ചാർട്ടേഡ് വിമാന സർവീസുകളും കാര്യക്ഷമമായി നടത്താൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. ആ സമയത്ത് ഓരോ മേഖലയും പ്രയാസങ്ങളില്ല. ഒന്ന് തൊഴിൽ നഷ്ടപ്പെട്ടവർ, അതേപോലെ തന്നെ അവർക്ക് വിസ സംബന്ധമായ ആശങ്കകൾ. അപ്പോൾ അത് പരിഹരിക്കാൻ നിയമപരമായ സാങ്കേതിക സഹായത്തിന് പ്രത്യേകമായ ഒരു വിങ്ങിനെ ഉണ്ടാക്കി കൊടുത്തു, ലീഗൽ സെല്ല്. അവർക്ക് ആ സാങ്കേതികമായ വിഷയങ്ങൾ അറിയാതെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ താഴേക്കടയിൽ ജോലി ചെയ്യുന്നവരാണ്, അഭ്യസ്തവിദ്യർ കുറവാണ്. അത്തരം ആളുകളുടെ ആശങ്ക അകറ്റാൻ അവരിലേക്ക് വന്നു. അതേപോലെ തന്നെ ആശങ്ക വർദ്ധിക്കുന്ന ആളുകളിലേക്ക് ചെന്നിട്ട് കൗൺസിലിങ്, പ്രയാസങ്ങളായി എല്ലാം കഷ്ടപ്പെട്ട് വന്നാണ്, ജോലിയില്ല, എല്ലാം ആ ആശങ്കയിൽ കൗൺസിലിംഗ് എന്ന വിഭാഗത്തിൽ നമുക്ക് വളരെയധികം മുന്നേറാൻ സാധിച്ചു. പിന്നെ നമ്മളെ നേതാക്കന്മാർ നിരന്തരം രാത്രി 2 മണിയായാലും ശുഐബ് തങ്ങൾ ഉറങ്ങണമെങ്കിൽ നമ്മൾ വർഷാനിൽ നിന്ന് തിരിച്ച് റൂമിലെത്തണം. അതിൻ്റെ ഇടയിൽ പോലീസുകാർ ചെക്കിംഗ് ഉണ്ടാവും. ചെക്കിങ് വരുമ്പം ഇതും കഴിഞ്ഞിട്ട് റൂമിലെത്തണം. തങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എത്തിയോ എന്ന് ചോദിക്കും. ഇതിനു ശേഷം മാത്രമാണ് തങ്ങൾ തന്നെ ഉറങ്ങല്. പിന്നെ അതിൽ കൂടുതൽ നമ്മളെ നേതാക്കന്മാരെ പറ്റി പറയണ്ടല്ലോ. നിത്യവും ആയിരങ്ങൾക്കാണ് SKSSFന്റെ സേവനം ലഭ്യമായത്. വിവിധ തുറകളിലെ സേവനങ്ങൾ പരിഗണിച്ചാണ് SKSSF UAE ഘടകത്തെ മീഡിയ വൺ ബ്രേവ് ഹാർട്ട് അവാർഡിന് തെരഞ്ഞെടുത്തത്. സയ്യിദ് ഷുഐബ് തങ്ങൾ, ഹസൻ രാമന്തലി, ഷറഫുദ്ദീൻ ഹുദവി, അഷ്റഫ് ദേശമംഗലം എന്നിവരുൾപ്പെട്ട SKSS സാരഥികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിന് പുറമെ മംഗലാപുരം ഉൾപ്പെടെയുള്ള മറ്റു വിമാനത്താവളങ്ങളിലേക്കും SKSSFന്റെ ചാർട്ടേഡ് വിമാനങ്ങൾ പറന്നിരുന്നു. നമുക്ക് ഒരു വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനം UAE-യിലുണ്ട്. വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഓരോ നാഷണൽ കമ്മിറ്റി, അതിൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ് കമ്മിറ്റി, അതിൻ്റെ താഴെയായിട്ട് ജില്ലാ കമ്മിറ്റികൾ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കമ്മിറ്റികൾ നമുക്ക് കീഴിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് തന്നെ നമ്മൾ നാഷണൽ സെക്രട്ടേറിയറ്റ് കൂടുകയും അതടിസ്ഥാനത്തിൽ ഒരുപാട് വിങ്ങുകൾ ഉണ്ടാക്കുകയും ആ വിങ്ങുകൾക്ക് ഓരോ പ്രവർത്തന മേഖല നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഒരു പ്രത്യേക സാഹചര്യം നിലനിന്ന സമയത്ത് ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ട ഇവിടെ ഉണ്ടായിരുന്നു. വിസിറ്റ് വിസയിൽ വന്നവരുണ്ടായിരുന്നു. ഇവരെല്ലാം പലരും ഷുഗർ, പ്രഷർ, അതുപോലെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ കോസ്റ്റ്ലി മെഡിസിൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം അവർക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു SKSSFന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പല ടീമിനോടും ബന്ധപ്പെട്ടിരുന്നു, ഫാർമസിയുമായി ബന്ധപ്പെട്ട്. മീഡിയ വൺ ഗൾഫ് മാധ്യമം GCC ഡയറക്ടർ മുഹമ്മദ് സലീം അമ്പലൻ ട്രോഫി കൈമാറി. മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ വിഭാഗം മേധാവി MCA നാസർ, ബ്രേവ് ഹാർട്ട് CSR പാർട്ണർ ടോപ്പ് വൺ സാരഥി സൽമാൻ അഹമ്മദ് എന്നിവർ പ്രശസ്തി പത്രം സമ്മാനിച്ചു. മീഡിയ വൺ, ദുബായ്.